നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങൾ വീണ്ടും ഉണരുമ്പോൾ സ്വദേശിവൽക്കരണം കടുപ്പിക്കുകയാണ് പലരും, പ്രത്യേകിച്ച് സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ എന്നീ രാഷ്ട്രങ്ങൾ. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സൗദി അറേബ്യയിൽ പ്രവാസികൾക്ക് കനത്ത ആഘാതം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഒട്ടുമിക്ക മേഖലകളിലും സ്വദേശിവൽക്കരണം കടുപ്പിച്ച സൗദി അറേബ്യയിൽ ഇപ്പോഴിതാ 30 തൊഴിൽ മേഖലകളിൽ കൂടി സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം തയ്യാറായിരിക്കുന്നു. ഈ വർഷം നടപ്പാകുമെന്ന് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രി NG അഹമ്മദ് അൽ റാജിഹി വ്യക്തമാക്കുകയുണ്ടായി. റിയാദിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിക്കാൻ വിളിച്ചു ചേർത്ത പതിവ് വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഭൂരിഭാഗം തൊഴിൽ മേഖലകളും ജോലികളും സ്വദേശിവൽക്കരിക്കലാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ 2021 32 മേഖലകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പാക്കിയത്. സ്വദേശി യുവാക്കളും യുവതികളുമായ 17,000 എഞ്ചിനീയർമാർക്കും 3,000 ദന്ത ഡോക്ടർമാർക്കും 6,000 ഫാർമസിസ്റ്റുകൾക്കും തൊഴിലവസരം ഒരുക്കിയിരിക്കുന്നു. അക്കൗണ്ടിംഗ് മേഖലകളിൽ 16,000 പേർക്കും ജോലി ലഭ്യമാക്കിയിരിക്കുകയാണ്. തൊഴിൽ വിപണിയിലെ സ്വദേശികളുടെ എണ്ണം 19 ലക്ഷം കവിഞ്ഞു. ഇതോടെ തൊഴിൽ വിപണി കാര്യക്ഷമതയുടെ കാര്യത്തിൽ ലോകത്തെ മികച്ച 20 രാജ്യങ്ങളിൽ ഒന്നാവണമെന്ന് സൗദിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ ബൃഹത് പദ്ധതികളിലൂടെ 18 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്വകാര്യ മേഖലയിൽ 1,32,000-ത്തിലധികം യുവതീ യുവാക്കളെ മാനവ വിഭവശേഷി നിധിയായ ഫതഹ് പിന്തുണയ്ക്കുകയാണ്. 2021 4 ലക്ഷം യുവതീ യുവാക്കൾ തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ ഇതാദ്യമായാണ് ഒരു വർഷത്തിൽ ഇത്രയും പേർ തൊഴിൽ വിപണിയിലെത്തുന്നത്. സ്ത്രീകളുടെ പങ്കാളിത്തം തൊഴിൽ മേഖലയിൽ 32% ഉയർന്നിരിക്കുന്നു. വേതന സംരക്ഷണ സംവിധാനത്തിന്റെ വ്യാപ്തി 80% വിപുലീകരിക്കപ്പെട്ടു. ഓരോ മാസാവസാനവും തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നുണ്ടെന്ന് വേതന സംരക്ഷണ സംവിധാനം ഉറപ്പാക്കുന്നു. അതോടൊപ്പം അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 7 ദശലക്ഷം തൊഴിൽ കരാറുകൾ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മന്ത്രാലയത്തിന്റെ എല്ലാ സേവനങ്ങളും ഡിജിറ്റലായെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ വിപണി തന്ത്രത്തിൽ 25 പരിഷ്കരണ സംരംഭങ്ങൾ ആരംഭിച്ചു. നിക്ഷേപകരെ ആകർഷിക്കുക ലക്ഷ്യമിട്ട് നിലവിലെ തൊഴിൽ വ്യവസ്ഥ പഠന വിധേയമാക്കുന്നതിനായിരിക്കും. സ്വദേശികൾക്ക് ജോലികൾ സൃഷ്ടിക്കുന്നതിന് നല്ലൊരു തൊഴിൽ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് മന്ത്രാലയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതോടുകൂടി നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്.